അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കേൾക്കുകയാണ്. ഹദീസ് ഇപ്രകാരമാണ്: മൻ സ്വല്ല അലാ ജനാസത്തിൻ ഫലഹു ഖീറാത്തുൻ. ആരെങ്കിലും ഒരു ജനാസ നമസ്കരിച്ചാൽ അയാൾക്ക് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ടാവും. വമൻ യത്തബിഉഹ ഹത്താ യുഖ്ളാ ദഫ്നുഹ. ആരെങ്കിലും ആ മയ്യത്തിനെ മറമാടുന്നത് വരെ അതിനെ പിൻപറ്റിയാൽ ഫലഹു ഖീറാത്താനി. അവർക്ക് 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. അസ്ഗറുഹ മിസ്ല ഉഹുദിൻ. അതിലേറ്റവും ചെറുത് ഉഹുദ് മലയുടെ വലുപ്പത്തിലുള്ളതായിരിക്കുമെന്നാണ്. ഈ ഹദീസ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ഹദീസിലുള്ള വാചകം ഇതാണ്: ഫതആലമഹു. അദ്ദേഹം വല്ലാതെ ആശ്ചര്യപ്പെട്ടു എന്നാണ്. ഇത്ര ചെറിയ പ്രവർത്തനത്തിന് ഇത്ര വലിയ പ്രതിഫലം ലഭിക്കുകയോ എന്ന് വല്ലാത്തൊരാശ്ചര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി എന്നാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് ആളെ പറഞ്ഞയച്ചുകൊണ്ട് അദ്ദേഹം ആ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തി എന്നാണ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാനിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് എത്രയോ ഹദീസുകളും എത്രയോ പ്രതിഫലങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. 70 വർഷത്തെ വഴിദൂരം ഒരൊറ്റ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് അകറ്റുമെന്ന ഹദീസ് കേട്ടപ്പോൾ മനസ്സിലെവിടെയെങ്കിലും ഒരാശ്ചര്യം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഒരത്ഭുതം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് ഇത്രമാത്രം വലിയ പ്രതിഫലമാണോ അള്ളാഹു നൽകുന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ആ പ്രതിഫലത്തെ ഹൃദയം കൊണ്ട് കേൾക്കാത്തത് കൊണ്ടാണോ? 12 മണിക്കൂറിലധികം ഈ ചൂടത്ത്, ഈ ഉഷ്ണം സഹിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോക്കുമ്പോൾ അതിനുള്ള നമ്മുടെ പ്രചോദനം എന്താണ്? ഏതെങ്കിലും മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള രോഗപ്രതിരോധമോ മറ്റെന്തെങ്കിലും ആരോഗ്യ നേട്ടങ്ങളോ ആണോ? അതുമായിട്ടാണോ നമ്മൾ നമ്മുടെ നോമ്പെടുക്കുന്നത് എന്നൊരു പുനർവിചിന്തനം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ റമളാനിൽ ഏത് ചെറിയ പ്രവർത്തനം ചെയ്താലും, ഏത് വലിയ പ്രവർത്തനം ചെയ്താലും എൻ്റെ റബ്ബ് എനിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് എന്താണ്, എൻ്റെ റബ്ബ് എനിക്ക് നൽകുമെന്ന് പറഞ്ഞ ആ പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കി അത് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടും അത് ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടിയായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.